എല്ലാവർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് സംസാരിച്ച കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ തന്നെ ഡൽഹി ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട 5 വംശങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് തറൈൻ യുദ്ധം, പിന്നെ മധ്യകാലഘട്ടത്തിലെ പ്രധാന കൃതികൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കിയത്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള 1ഉം 2ഉം എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ചാനലിൽ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ഗിയാസുദ്ദീൻ ബാൽബൺ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1266 മുതൽ 1287 വരെയാണ്. അപ്പോൾ നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൺ എന്നൊരു ഭരണാധികാരിയുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1266 മുതൽ 1287 വരെയാണ്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്നാണ്. അപ്പോൾ ഗിയാസുദ്ദീൻ ബാൽബണിൻ്റെ യഥാർത്ഥ നാമമാണ് ഉല്ലൂഗ് ഖാൻ. അപ്പോൾ ഉല്ലൂഗ് ഖാൻ എന്നാണ് ഗിയാസുദ്ദീൻ ബാൽബണിൻ്റെ യഥാർത്ഥ നാമം. പിന്നീട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ബഹാവുദ്ദീൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് 2 പേരുണ്ട്. യഥാർത്ഥ നാമം PSC ചോദിച്ചു കഴിഞ്ഞാൽ ഉല്ലൂഗ് ഖാൻ എന്ന് എഴുതിക്കോ, അത് ടിക്ക് ചെയ്തോളൂ. അതല്ലാതെ ഇദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ബഹാവുദ്ദീൻ എന്നൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൺ. അടുത്തൊരു ഫാക്റ്റ്, അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ഇദ്ദേഹം. എന്താണ്? അടിമവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അടുത്തത്, നിണവും ഇരുമ്പും എന്ന നയം പിന്തുടർന്ന ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന ഭരണാധികാരിയാണ് നിണവും ഇരുമ്പും എന്ന നയം പിന്തുടർന്ന, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ഭരണാധികാരി. നെക്സ്റ്റ്, ഡൽഹി സുൽത്താനേറ്റിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഗിയാസുദ്ദീൻ ബാൽബൺ. അപ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൺ. നെക്സ്റ്റ്, 40 അംഗ പ്രഭു സഭയായ ചാലിസയെ അമർച്ച ചെയ്ത ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ ഈ 40 അംഗ പ്രഭു സഭയായിട്ടുള്ള ചാലിസ എന്നൊരു സഭയെ അമർച്ച ചെയ്ത ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ്, മരമെട്ടുകാരൻ, അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഏക സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം പല കാറ്റഗറിയിൽ ജോലി ചെയ്തു വന്നിരുന്നു. അതായത് മരമെട്ടുകാരൻ, അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഏക സുൽത്താനാണ് ഇദ്ദേഹം. നെക്സ്റ്റ്, കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന ഭരണാധികാരിയാണ് കൊട്ടാരത്തിൽ തമാശയും ചിരിയും നിരോധിച്ച അടിമവംശ ഭരണാധികാരി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൈനികർക്ക് പ്രതിഫലമായിട്ട് നിലം പതിച്ചു നൽകുന്ന രീതി മാറ്റി ആദ്യമായി ശമ്പളം നൽകിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. എന്താണ്? സൈനികർക്ക് പ്രതിഫലമായി നിലം പതിച്ചു നൽകുന്ന രീതി മാറ്റിക്കൊണ്ട് ആദ്യമായിട്ട് ശമ്പളം നൽകിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അടുത്തൊരു ഫാക്റ്റ് നോക്കാം. കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദോവാബ് എന്നൊരു പ്രദേശം, അതായത് നമ്മുടെ ഗംഗ യമുന നദിയുടെ പ്രദേശമാണ് ഈ ദോവാബ്. അപ്പോൾ ആ പ്രദേശം കർഷകർക്ക് വിധിച്ചു നൽകിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. എന്താണ്? കൃഷി ഡെവലപ്പ് ചെയ്യാനായിട്ട് ദോവാബ് എന്ന പ്രദേശം, അതായത് നമ്മുടെ ഗംഗ യമുന നദിയുടെ പ്രദേശം കർഷകർക്ക് വീതിച്ചു നൽകിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അടുത്ത ഫാക്റ്റ്, അടിമവംശത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ നമ്മൾ അടിമവംശത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഗിയാസുദ്ദീൻ ബാൽബൺ എന്ന് പറയണത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഗിയാസുദ്ദീൻ ബാൽബണിൻ്റെ കൊട്ടാരത്തിൽ പാർത്തിരുന്ന ദ്വൈത സിദ്ധാന്തചാര്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവാചാര്യനാണ്. അപ്പോൾ നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബണിൻ്റെ കൊട്ടാരത്തിൽ പാർത്തിരുന്ന ദ്വൈത സിദ്ധാന്താചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ മാധവാചാര്യൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നെക്സ്റ്റ്, ഈ ബാൽബൺ അന്തരിച്ചത്, അതായത് ഗിയാസുദ്ദീൻ ബാൽബൺ അന്തരിച്ച വർഷം ചോദിച്ചാൽ 1287 1287 ആണ്. അപ്പോൾ 1287 കാലത്തിലാണ് നമ്മുടെ ബാൽബൺ അന്തരിച്ചത്. നെക്സ്റ്റ്, ബാൽബൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ന്യൂഡൽഹിയിലെ മെഹ്റൗളി. അപ്പോൾ ന്യൂഡൽഹിയിലെ മെഹ്റൗളി എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ഗിയാസുദ്ദീൻ ബാൽബണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊരു ഫാക്റ്റ് നോക്കാൻ, അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് കൈക്കുബാദ്. ഇത്
ഒരു ഫാക്റ്റാണ്, മനസ്സിലാക്കി വയ്ക്കുക. അടിമ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കൂബാദാണ്. നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ട് അടിമ വംശത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഗിയാസുദ്ദീൻ ബാൽബൺ. പക്ഷേ അടിമ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്ന് മാത്രം ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് കൈക്കൂബാദ്. അപ്പോൾ അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഗിയാസുദ്ദീൻ ബാൽബൺ എന്നൊരു ഭരണാധികാരിയെക്കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഗിൽജി വംശം. അപ്പോൾ ഗിൽജി വംശത്തിൻ്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയാണ്. അപ്പോൾ ഗിൽജി വംശത്തിൻ്റെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1290 മുതൽ 1320 വരെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫാക്റ്റ്, ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ വംശമാണ് ഗിൽജി വംശം. അപ്പോൾ ഗിൽജി വംശം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഏറ്റവും കുറച്ച് കാലം ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജവംശമാണ് ഗിൽജി വംശം. അപ്പോൾ ഏറ്റവും കുറച്ച് കാലം നമ്മൾ ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഗിൽജി വംശം. നെക്സ്റ്റ് ഫാക്റ്റ്, ഗിൽജി വംശസ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. അപ്പോൾ ഗിൽജി വംശം സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ന്. നെക്സ്റ്റ്, ഗിൽജി വംശത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി. അപ്പോൾ ഗിൽജി വംശത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. നെക്സ്റ്റ്, ഗിൽജി സുൽത്താൻ തുർക്കി വംശജരായിരുന്നു. അപ്പോൾ ഗിൽജി സുൽത്താൻമാർ തുർക്കി വംശജരായിരുന്നു എന്നൊരു ഫാക്റ്റും കൂടി ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗിൽജി വംശത്തെക്കുറിച്ച് പറഞ്ഞ ഫാക്റ്റുകളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഡൽഹി സുൽത്താനേറ്റിലെ രണ്ടാമത്തെ രാജവംശമാണിത്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് കാലം ഡൽഹി ഭരിച്ച സുൽത്താനേറ്റ് രാജവംശമാണ്. പിന്നെ പറഞ്ഞത് ഗിൽജി രാജവംശ സ്ഥാപകനാണ് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി. പിന്നെ ഗിൽജി വംശത്തിൻ്റെ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ്. പിന്നീട് പറഞ്ഞ ഫാക്റ്റ്, ഗിൽജി സുൽത്താൻമാർ ഏത് വംശജരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തുർക്കി വംശജരായിരുന്നു. അപ്പോൾ അത്രയുമാണ് ഗിൽജി വംശം. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖിൽജിയെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1290 മുതൽ 1296 വരെയാണ്. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1290 മുതൽ 1296 വരെയാണ്. ഗിൽജി രാജവംശ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. ആ ഫാക്റ്റ് കുറച്ച് മുൻപേ നമ്മൾ പറഞ്ഞു. പിന്നത്തെ ഫാക്റ്റ്, മാലിക് ഫിറോസ് എന്നറിയപ്പെട്ട ഗിൽജി രാജാവാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി അറിയപ്പെട്ട മറ്റൊരു പേരാണ് മാലിക് ഫിറോസ് എന്ന്. മാലിക് ഫിറോസ്. നെക്സ്റ്റ്, ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്ന് കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, സിദ്ധി മൗല എന്ന സന്യാസിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. എന്നാൽ സിദ്ധിമല എന്നൊരു സന്യാസിയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് വധിച്ച ഭരണാധികാരിയാണ് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചത് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞൊരു ഭരണാധികാരിയാണ്. അപ്പോൾ അത്രയുമാണ് ജലാലുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള ഫാക്റ്റുകൾ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഖിൽജി രാജവംശ സ്ഥാപകനാണ് ജലാലുദ്ദീൻ ഖിൽജി. അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരാണ് മാലിക് ഫിറോസ് എന്ന്. അതുപോലെ തന്നെ ഭരിക്കപ്പെടുന്നവരുടെ പിന്തുണയോടുകൂടി വേണം ഭരണം നടത്തേണ്ടത് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആദ്യത്തെ ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തെ വധിച്ചത് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ ഭരണാധികാരിയുടെ പേര് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമാണ് 1296 മുതൽ 1316 വരെ. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1296 മുതൽ 1316 വരെയാണ്. പിന്നത്തെ ഫാക്റ്റ്, ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഖിൽജി ഭരണാധികാരിയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഖിൽജി സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ നാം 2 ഫാക്റ്റ് പഠിച്ചു. ഏറ്റവും പ്രഗത്ഭനായ ഖിൽജി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഖിൽജി സുൽത്താനാണ് ഇദ്ദേഹം. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമമാണ് അലി ഖുർഷിപ്പ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ അല്ലെങ്കിൽ ശരിക്കുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ അലി ഖുർഷിപ്പ് എന്നാണ്. നെക്സ്റ്റ്, രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ഐ സാനി എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താനാണ് ഇദ്ദേഹം.
അപ്പോൾ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി സ്വയം വിശേഷിപ്പിച്ച ഒരു വിശേഷണമാണ് രണ്ടാം അലക്സാണ്ടർ അല്ലെങ്കിൽ സിക്കന്ദർ ഐ സാനി എന്ന്. നെക്സ്റ്റ്, ഞാനാണ് ഖലീഫ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവാണ് ഇദ്ദേഹം. അപ്പോൾ ഞാനാണ് ഖലീഫ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ മുസ്ലിം ഇന്ത്യയുടെ സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. അടുത്തൊരു ഫാക്റ്റ്, ഈ തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയും ഇദ്ദേഹമാണ്. അപ്പോൾ തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, ഡക്കാൻ പ്രദേശം ആദ്യമായിട്ട് ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് ഇദ്ദേഹം. നമ്മുടെ ഡക്കാൻ പ്രദേശം ആദ്യമായിട്ട് ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് പഠിക്കാനുള്ള ഫാക്റ്റ്, സിറി നഗരം അതുപോലെ തന്നെ അലൈ ദർവാസ ഇവ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഈ സിറി നഗരം അതുപോലെ തന്നെ അലൈ ദർവാസ ഇവ രണ്ടും പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് ഫാക്റ്റ്, 1000 തൂണുകളുടെ കൊട്ടാരം അല്ലെങ്കിൽ പാലസ് ഓഫ് 1000 പില്ലേഴ്സ് എന്ന് പറഞ്ഞ ഈ കൊട്ടാരം പണി കഴിപ്പിച്ച ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മൾ 1000 തൂണുകളുടെ കൊട്ടാരം അല്ലെങ്കിൽ പാലസ് ഓഫ് 1000 പില്ലേഴ്സ് എന്നൊരു മന്ദിരം പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരിയാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജി വിവാഹം ചെയ്ത ഹിന്ദു സ്ത്രീയുടെ പേരാണ് കമലാദേവി. അപ്പോൾ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി വിവാഹം ചെയ്ത ഹിന്ദു സ്ത്രീയുടെ പേരാണ് കമലാദേവി എന്ന്. നെക്സ്റ്റ് ഫാക്റ്റ്, നമ്മുടെ ഖിൽജിയുടെ കുതിരപ്പട്ടാളത്തിലെ പടയാളികളുടെയും കുതിരകളുടെയും പറ്റിയുള്ള വ്യക്തമായ വിവരം നൽകുന്ന രജിസ്റ്ററിൻ്റെ പേരാണ് ഹൂലിയ എന്ന്. അപ്പോൾ ഹൂലിയ എന്നത് രജിസ്റ്ററാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഖിൽജിയുടെ കുതിരപ്പട്ടാളത്തിലെ പടയാളികളുടെയും അതുപോലെ തന്നെ കുതിരകളെയും പറ്റിയുള്ള വ്യക്തമായ വിവരം നൽകുന്ന ഒരു രജിസ്റ്ററാണ് നമ്മുടെ ഹൂലിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് അതൊരു ഫാക്റ്റാണ്, ഡക്കാൻ നയം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഡക്കാൻ എന്നൊരു നയം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജി ആദ്യം ആക്രമിച്ച പ്രദേശമാണ് ഗുജറാത്തിലെ കാംബെ തുറമുഖം. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി ആദ്യം ആക്രമിച്ച പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് ഗുജറാത്തിലെ കാംബെ തുറമുഖം. നെക്സ്റ്റ്, പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകിയ ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അപ്പോൾ പൂഴ്ത്തിവയ്പ്പും അതുപോലെ തന്നെ കരിഞ്ചന്തയും നടത്തിയ ആൾക്കാർക്ക് നല്ല ശക്തമായിട്ടുള്ള ശിക്ഷ നൽകിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ അത്രയുമാണ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ള ഫാക്റ്റ്. ഇനി എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം. മാലിക് ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്ത സേനാ നായകനാണ് മാലിക് ഗഫൂർ എന്ന് പറഞ്ഞ ഭരണാധികാരി അല്ലെങ്കിൽ ഒരു സേനാ നായകൻ. അതുപോലെ തന്നെ ദേവഗിരി കീഴടക്കാനും ദക്ഷിണേന്ത്യയിൽ ആക്രമണം നടത്താനുമായിട്ട് അലാവുദ്ദീൻ ഖിൽജിയെ സഹായിച്ച സേനാ നായകനാണ് മാലിക് ഗഫൂർ. പിന്നത്തെ ഒരു ഫാക്റ്റ്, ഖിൽജി വംശത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരൻ എന്നറിയപ്പെടുന്ന ഖിൽജി സൈന്യാധിപനാണ് ഇദ്ദേഹം. അപ്പോൾ ഈ മാലിക് ഗഫൂറിനെ പറ്റി ഇപ്പോൾ പറഞ്ഞ 3 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്ത സേനാ നായകനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ദേവഗിരി കീഴടക്കാനും ദക്ഷിണേന്ത്യയിൽ ആക്രമണം നടത്താനും അലാവുദ്ദീൻ ഖിൽജിയെ സഹായിച്ച സേനാ നായകനാണ് മാലിക് ഗഫൂർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഖിൽജി വംശത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണക്കാരൻ എന്നറിയപ്പെടുന്ന ഖിൽജി സൈന്യാധിപനാണ് ഈ മാലിക് ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് ഫാക്റ്റുകൾ കൂടി നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിൻ്റെ മേധാവിയായ ഉദ്യോഗസ്ഥനാണ് ഷാഹ്ന എന്നറിയപ്പെടുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് കമ്പോള നിയന്ത്രണത്തിൻ്റെ മേധാവിയായിട്ട് ഉള്ള ഉദ്യോഗസ്ഥനാണ് ഷാഹ്ന എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് ചാരപ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ബരീദ് അതുപോലെ തന്നെ മുണ്ടി. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് ചാരപ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേരാണ് ബരീദ് അതുപോലെ തന്നെ മുണ്ടി. നെക്സ്റ്റ്, അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച വില നിയന്ത്രണ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ദിവാൻ ഇ റിയാസത്ത്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച വില നിയന്ത്രണ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ദിവാൻ ഇ റിയാസത്ത്. ഇനി നമുക്ക് അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങൾ പറ്റി നോക്കാം.
അപ്പോൾ കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഭൂനികുതി ആരംഭിച്ച ആദ്യത്തെ സുൽത്താനാണ്. പിന്നെ ഒട്ടകങ്ങളെ ഉപയോഗിച്ച് പോസ്റ്റൽ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യത്തെ സുൽത്താനാണ് ഇദ്ദേഹം. പിന്നത്തെ ഒരു ഫാക്റ്റ്, രാജ്യകാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ച ഡൽഹി സുൽത്താനാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ച സുൽത്താനാണ് ഈ അലാവുദ്ദീൻ ഖിൽജി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. നെക്സ്റ്റ്, നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ വക ധാന്യപ്പുരകൾ സ്ഥാപിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്. പിന്നെ പട്ടാളക്കാർക്ക് ശമ്പളം ഏർപ്പെടുത്തിയ ഭരണാധികാരി കൂടിയാണ് അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് കമ്പോള നിയന്ത്രണവും വില നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ ഭൂനികുതി ആരംഭിച്ച ആദ്യത്തെ സുൽത്താനാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. ഭൂനികുതി ആരംഭിച്ച ആദ്യത്തെ സുൽത്താൻ. നെക്സ്റ്റ്, ഒട്ടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റൽ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യത്തെ സുൽത്താനാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, രാജ്യകാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ച ഡൽഹി സുൽത്താനാണ് ഇദ്ദേഹം. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ച സുൽത്താൻ ഭരണാധികാരിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ച ഭരണാധികാരിയാണ്. പിന്നെ നാണയങ്ങളിൽ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പിന്നെ പറഞ്ഞത് സർക്കാർ വക ധാന്യപ്പുരകൾ സ്ഥാപിച്ചു, അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് ശമ്പളം ഏർപ്പെടുത്തി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച ഫാക്റ്റുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഖിൽജി വംശം അതുപോലെ തന്നെ കുറേ ഭരണാധികാരികൾക്ക് ഉൾപ്പെടുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്നൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.